ഹലോ, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു കമീറ എന്ന് പറയുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ്, അതേപോലെ തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കാനും പറ്റും. എങ്ങനെ തയ്യാറാക്കാന്നുള്ള വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ബൗളിലേക്ക് നമുക്ക് 3 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 3 കപ്പിന് ഏകദേശം ഒരു 4-5 മാത്രമേ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റൂ കേട്ടോ. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈസ്റ്റ് അധികം കൂടുതൽ ആഡ് ചെയ്യേണ്ട. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് 1 കപ്പ് പാലിൽ, ഇളം ചൂടുള്ള പാലിലാണ് കുഴച്ചെടുക്കേണ്ടത്. 1 കപ്പ് കംപ്ലീറ്റ് വേണ്ടി വരില്ല. നമ്മൾ കുറച്ച് പാൽ ഒഴിച്ചിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഒഴിക്കണ്ട, നമ്മൾ കുറച്ച് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പം ഫസ്റ്റ് ഒരു 1/2 ഗ്ലാസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നോക്കിയിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. ഫസ്റ്റ് തന്നെ 1 ഗ്ലാസ് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ മാവ് ലൂസായി പോകും. നമ്മുടെ മാവ് ലൂസായി പോകാനും പാടില്ല, അതേപോലെ തന്നെ ടൈറ്റായി പോകാനും പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പാലൊഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം പാലൊഴിക്കാൻ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഞാനൊന്ന് കുഴച്ചെടുക്കുകയാണ്. അവസാനം ഞാൻ പറയാം എത്ര പാൽ എനിക്ക് വേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത്. നിങ്ങൾ 1 കപ്പ് പാലെടുത്ത് വെക്കുക. അപ്പോൾ ഇതെനിക്ക് 3/4 കപ്പ് പാലാണ് കേട്ടോ വേണ്ടി വന്നത്. 1/4 കപ്പ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ചും കൂടി ഒലീവ് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഇതൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അല്ലെങ്കിൽ മിനിമം 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇനി ഇവിടെ ഞാൻ കുറച്ച് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ പീസസായി കട്ട് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1.5 ടീസ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് സോസസാണ് ആഡ് ചെയ്യുന്നത്. 1 ടീസ്പൂണോളം സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. സോയാ സോസ് ഒന്നും കൂടിപ്പോയരുത്, അപ്പോൾ ടേസ്റ്റ് മാറും. പിന്നെ ഇതിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂണോളം നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1.5 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മിനിമം ഒരു 1/2 മണിക്കൂറെങ്കിലും നിങ്ങളിത് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കുക. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ച ആ ഒരു ചിക്കന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നല്ല ചൂടായ ഓയിലിലേക്ക് ഞാനിപ്പോൾ ചിക്കന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഓവർ ഫ്രൈ ആവാൻ പാടില്ല. നമ്മൾ ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് ബ്രസ്റ്റ് പീസസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് റെഡിയായി കിട്ടും. അപ്പോൾ ഞാനിത് 2 ഭാഗവും ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇത് ഓയിലിൽ നിന്ന് കോരി മാറ്റിയെടുക്കുകയാണ്. ഇനി ചിക്കൻ ഫ്രൈ ചെയ്ത ആ സെയിം ഓയിലിൽ നിന്ന് ഒരു 4 ടേബിൾ സ്പൂൺ ഞാനൊരു പാനിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതേപോലെ ഇങ്ങനെ ചെറുതായി അരിഞ്ഞെടുക്കുക. ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടണം. ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ചമണമൊക്കെ മാറണം. അതിനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്താൽ നമുക്ക് ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഈ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. നന്നായി തന്നെ വഴന്ന് കിട്ടണം. അപ്പോൾ ഇത് നമ്മുടെ സവാള ഞാൻ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഞാൻ 1/2 ടീസ്പൂണ് മുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പൊടികളെല്ലാം വളരെ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി, ഓവറായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടി, ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പൊടികളുടെ പച്ചമണമൊക്കെ നന്നായി മാറി കിട്ടണം. പിന്നെ പൊടികൾ അധികം ഓവറായിട്ട് ഇടാനും പാടില്ല. ഓവറായിട്ടാലും മസാലയ്ക്ക് ടേസ്റ്റ് കുറയും. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂണോളം സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോയാ സോസിൻ്റെ അളവ് ഒരിക്കലും കൂടിപ്പോവരുത്, കൂടിപ്പോയാൽ ടേസ്റ്റ് മാറും. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മസാലയിലൊന്ന് പിടിപ്പിച്ചെടുക്കുക. അതിന് പിന്നെ പ്രത്യേകിച്ചൊന്നും അങ്ങനെ ടേസ്റ്റ് മാറാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 1/2 കപ്പോളം മല്ലിയില അരിഞ്ഞത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലെല്ലാം കുറച്ച് കൂടുതലിട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. ഇനി നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതിൽ വേറൊന്നുമില്ല, നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം മസാല.
അപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് മാറ്റി വെച്ച പൊടി ഇവിടെ നന്നായി പൊങ്ങി കിട്ടിയിട്ടുണ്ട്. അതൊന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുക. ഇത് നോക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മളെല്ലാവരും നല്ല സോഫ്റ്റായിട്ട് എടുക്കുകയെന്നാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ബന്ന് നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഹാർഡായി പോകും കേട്ടോ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളിങ്ങനെ നല്ല സോഫ്റ്റായി പൊങ്ങാൻ വേണ്ടി വെക്കണം. ഇനി നമുക്കിതിങ്ങനെ കൈമല്ലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ പൊറോട്ടക്കെല്ലാം ഒരു ബോളാക്കി എടുക്കില്ലേ, അതേപോലെ ഇങ്ങനെ വിരലിൻ്റെ ഉള്ളിലിട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ പുറത്തേക്ക് എടുത്താൽ നല്ല പെർഫെക്റ്റ് ബോളായിട്ട് ഇത് കിട്ടും. അതുപോലെ നമുക്ക് എത്ര സ്നാക്കാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അത്രയും ബോൾസ് നമുക്ക് ഇതേപോലെ തയ്യാറാക്കി എടുക്കാം. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ ഒരു 3 കപ്പ് മൈദക്ക് എന്ന് പറയുമ്പോൾ ഒരു 4-5 ബോൾസ് മാത്രമേ കിട്ടൂ ഈ ഒരു അളവിൽ. അപ്പോൾ ഇത് ഞാൻ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ എല്ലാം നല്ലൊരു പെർഫെക്റ്റ് ഫിനിഷിങ്ങിൽ വേണം നമ്മൾ ഈ ബോളാക്കിയിട്ട് എടുക്കാൻ. എന്നാൽ മാത്രമേ നമുക്കിത് നന്നായിട്ട് കിട്ടും. ഇതുപോലെ വിരലിൻ്റെ ഉള്ളിലിട്ടിട്ട് വലിച്ചെടുക്കുന്ന നേരം നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അതിൻ്റെ സർഫേസ് കിട്ടും. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ഇതേപോലെ ബോൾസ് ആക്കിയിട്ട് മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഞാനിത് മുഴുവനും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുക. അതിനുശേഷം നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് നമ്മൾ എടുത്ത് വെക്കണം. ഇനി ബീറ്റ് ചെയ്ത ഈ മുട്ടയിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ബോൾസും നന്നായിട്ട് തന്നെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തും മുട്ട എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിലിട്ടിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. അതായത് ബ്രെഡ് ക്രംസ് നന്നായിട്ട് തന്നെ ഇതിൻ്റെ മേലെ സ്റ്റിക്കായിട്ട് നിൽക്കണം. എന്നാൽ മാത്രമേ നമുക്കിത് നല്ല അടിപൊളിയായിട്ട് നല്ല കളറിൽ ഇത് കിട്ടൂ. അപ്പോൾ ബ്രെഡ് ക്രംസ് നന്നായിട്ട് തന്നെ അതിൻ്റെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ് മുട്ട നന്നായിട്ട് അതിൻ്റെ മേലെ കോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഇതേപോലെ തന്നെ ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് ചൂടാക്കുക. അതായത് ഇത് മുങ്ങി നിൽക്കുന്ന രീതിക്കുള്ള ഓയിൽ ചൂടാക്കി എടുക്കണം കേട്ടോ. അതിനുശേഷം ഓരോന്നിട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറം പെട്ടെന്ന് ബ്രൗൺ കളറായി കിട്ടും, പക്ഷേ ഉള്ളു വെന്ത് കിട്ടൂല. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഓയിൽ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ടിട്ട് മാത്രമേ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് വളരെ ഏറ്റവും ലോ ആയിട്ടുള്ള ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കുക. എന്നാൽ മാത്രം ഇതിൻ്റെ ഉള്ളു വെന്ത് കിട്ടും. അതുപോലെ തന്നെ പുറം നല്ലൊരു ബ്രൗൺ കളറിൽ കിട്ടും. എല്ലാന്നാണെങ്കിൽ നല്ല ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പുറം പെട്ടെന്ന് കരിഞ്ഞും പോവും, ഉള്ളു വെന്തും കിട്ടില്ല. അപ്പോൾ ആകെ ഇത് മൊത്തം ഫ്ലോപ്പ് ആവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് മാത്രമേ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റൂ. എൻ്റെ ആദ്യത്തൊന്നും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും ഇത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്ലെയിമാണ്. ഫ്ലെയിം ലോയിലിട്ടിട്ടില്ല എന്നാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉള്ളു വെന്ത് കിട്ടില്ല. കാരണം ഇത് മൈദപ്പൊടിയാണെന്ന് അറിയാലോ. പിന്നെ നമ്മൾ ഇത് ഇടുമ്പം തന്നെ നന്നായി പൊങ്ങി കിട്ടും കേട്ടോ. നമ്മൾ ഈസ്റ്റെല്ലാം ആഡ് ചെയ്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങി കിട്ടും. അതുപോലെ തന്നെ പുറം ഭാഗം വേഗം തന്നെ കളറ് ചേഞ്ച് ആവുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മുടെ ഓയിലിൻ്റെ ചൂട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിങ്ങനെ റോൾ ചെയ്ത് നമുക്കിങ്ങനെ പൊരിച്ചെടുത്താൽ മതി. കുറേ നേരം ഇട്ട് വെക്കുകയൊന്നും ചെയ്യേണ്ട, വേഗം തന്നെ റെഡിയായി കിട്ടും. എൻ്റെ ഇത് രണ്ടാമത്തെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുഴുവൻ റെഡിയാക്കി എടുക്കാം. ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾ ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. വേറെ ഒന്നും ഇതിൽ ശ്രദ്ധിക്കാനില്ല. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇടുമ്പം തന്നെ ഇത് നന്നായി പൊങ്ങി കിട്ടുകയും ചെയ്യും. പൊങ്ങി കിട്ടുന്നത് ഈസ്റ്റ് ഇട്ടുകൊണ്ടാണ്, പക്ഷെ ഉള്ളു വേവില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഫ്ലെയിം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മിഡിലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ബന്നാണിത്. ഇതിൻ്റെ മിഡിലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോൾ ഇത് കംപ്ലീറ്റ് കട്ട് ചെയ്യാൻ പാടില്ല. നമ്മളെ മസാല ഇതിൻ്റെ ഉള്ളിൽ ഫില്ലായി നിൽക്കുന്ന രീതിക്ക് മാത്രമേ നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഒരു 3-4 ചിക്കൻ പീസസ് എടുത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഈ മസാല ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്തെടുക്കാൻ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സാധനമാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഭയങ്കര പണിയൊന്നുമില്ല ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടും. നമുക്കെന്തെങ്കിലും പാർട്ടികളിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയൊരു സ്നാക്കാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. ആ ഒരു ബന്നുണ്ടാക്കി എടുക്കേണ്ട ആ ഒരു പണി മാത്രമേ ഇതിനുള്ളൂ. വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. എന്നും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.